ഇന്നത്തെ റെസിപ്പിയിൽ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ കൊണ്ട് ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് എങ്ങനെ മെഴുക്കുവരട്ടി ശരിയാക്കാമെന്ന് കാണിക്കുന്നു. അപ്പോൾ നമുക്ക് താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ടങ്ങ് പോകാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മിക്സഡ് മെഴുക്കുവരട്ടിയിൽ എടുത്തിരിക്കുന്ന പച്ചക്കറികളെന്ന് പറയുമ്പോൾ 4 ഏത്തക്ക തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു പാവയ്ക്കൊക്കെ നല്ലതുപോലെ ഉപ്പ് പരലുപ്പിട്ട് നല്ലതുപോലെ കഴുകിയതാണ്, അതുപോലെ ഒരു സവോള, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു 2-3 പച്ചമുളക്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ക്യാരറ്റോ അല്ലെങ്കിൽ വഴുതന എല്ലാം എടുക്കാം. അപ്പോൾ ഇതിനി ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ മെഴുക്കുവരട്ടിക്കുള്ള പച്ചക്കറികൾ ഇതേ രീതിയിൽ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗവിലെ ചീനച്ചട്ടിയിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ സ്റ്റൗവിൽ നമ്മളൊരു അലൂമിനിയം ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ മെഴുക്കുവരട്ടിയൊക്കെ പാവയ്ക്ക ആയാലും പയറായാലും ഏത്തക്ക ആയാലും നമ്മൾ മെഴുക്കുവരട്ടി വെക്കുമ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനകത്ത് മെഴുക്കുവരട്ടി വെക്കും. അതല്ലെങ്കിൽ ഒന്ന് വേവിച്ചിട്ട് നമ്മൾ അവസാനം അതെടുത്ത് ചൂടായ വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഇപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യാസമായ രീതിയിലാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അങ്ങിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. ഇപ്പോൾ നമ്മൾ ആ ചീനിച്ചട്ടിയിൽ ഒഴിച്ചു കൊടുത്ത വെള്ളം നല്ലതുപോലെ ആ ഉപ്പും മഞ്ഞളും എല്ലാം കൂടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ആ മെഴുക്കുവരട്ടിക്ക് അരിഞ്ഞ ആ പച്ചക്കറികൾ ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കാം. ഇതിനകത്ത് പച്ചമുളക് ഇട്ടത് 2-3 അരിഞ്ഞിടാൻ മറന്നുപോയി, അതും കൂടെ ഒന്ന് അരിഞ്ഞിട്ടേക്കാം. നമ്മൾ ആ മുളക് അരിഞ്ഞിട്ടു. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കും. അടച്ച് വെച്ച് വേവിച്ച് നമ്മൾ ഈ വെള്ളം ഊറ്റിക്കളയത്തില്ല, ഇതിൽ തന്നെ അങ്ങ് പറ്റിച്ചെടുക്കും. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം. വേവിച്ചിട്ട് കാണിക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ അടപ്പിഞ്ഞെടുത്ത് മാറ്റാം. അടച്ചുകൊണ്ടിരുന്നാൽ വീണ്ടും അതിനെ ആവി വെള്ളം ഇറങ്ങി അത് പറ്റാൻ താമസിക്കും. ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ആ വെള്ളം കൂടെ അങ്ങ് പറ്റട്ടെ. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടിക്കുള്ള എല്ലാ മിക്സഡ് പച്ചക്കറികളെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് 1 തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കത്തതേ ഉള്ളൂ കേട്ടോ, പച്ച വെളിച്ചെണ്ണ കണ്ടോ, ഇത്രയേ ഒഴിക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് കൊടുക്കാം. അതുപോലെ ഒരല്പം ഗരം മസാല മതി, ഇത്രയേ ഉള്ളൂ. ചൂട് സമയത്ത് കൂടുതൽ മസാലകൾ ഉപയോഗിക്കേണ്ട. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയാൽ മാത്രം മതി. അപ്പോൾ 1 തുള്ളി വെളിച്ചെണ്ണയിലാണ് ഈ മെഴുക്കുവരട്ടി നമ്മൾ ശരിയാക്കുന്നത്. നമ്മൾ സാധാരണ പാവയ്ക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് നമ്മൾ കുഴച്ച് നമ്മൾ എന്തുമാത്രം വെളിച്ചെണ്ണ നമ്മുടെ ശരീരത്ത് ചെല്ലുമെന്ന് നമ്മൾ ഊഹിക്കുന്നില്ല. അപ്പോൾ ഈ രീതിയിലാകുമ്പം ഇതിന് ടേസ്റ്റും ഉണ്ട്, നല്ലതുപോലെ വേവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെഴുക്കുവരട്ടി നിങ്ങളെല്ലാം ഈ രീതിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് 1 തുള്ളി, ഇതിപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തവർക്ക് ഈ പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ 1 തുള്ളി ഒഴിക്കണമെന്നില്ല, അല്ലാതെ ഇത് വേവിച്ചങ്ങ് കഴിച്ചാലും മതി. ഒരു ടേസ്റ്റിന് ഒരു കുറവുമില്ല. അപ്പോൾ 1 തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിനൊരു ഇച്ചിരി ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം. അതുവരേക്കും ബൈ.